കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ സരിയു തന്റെ മകളല്ലെന്നുള്ള സത്യം എലിസബത്ത് പറഞ്ഞതിന് ശേഷം അതൊക്കെ കണ്ട് സമനില തെറ്റിപോലെ ഒരു കൊടുങ്കാറ്റ് പോലെ ശാരി വീട്ടിലേക്ക് കയറി വരുവാണ്. ഈ സമയത്ത് രാഹുൽ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. രാഹുലിനെ കണ്ടതും ശാരിക്ക് ആകപ്പാടെ അങ്ങോട്ട് വിറഞ്ഞു കയറി. നേരെ രാഹുലിന്റെ മുന്നിൽ വന്ന് രാഹുലിനെ തന്നെ തുറച്ചു നോക്കി നിൽക്കുവാണ്. ഈ നോട്ടം കണ്ടപ്പോ രാഹുൽ ചോദിച്ചു, നീ എന്തിനാ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? എനിക്കിപ്പോ ഒരു കുഴപ്പമില്ലെന്ന് പറയണം. അതെ, അതെനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലെന്നുള്ള കാര്യം. പിന്നെ നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? നിന്റെ നോട്ടം കണ്ടാ തോന്നും എനിക്ക് എന്തോ ഒരു പ്രശ്നം ഉള്ള പോലെ. അതെ, നിങ്ങൾക്ക് പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പ്രശ്നമുണ്ടെന്ന് സമ്മതിക്കില്ലോ. എനിക്ക് ആകെപ്പാടെ ഞാൻ വിറഞ്ഞു കയറി ഇങ്ങോട്ട് വന്നേക്കെന്ന് പറയണം. രാഹുൽ പറഞ്ഞു, അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് ഒരു കുഴപ്പമില്ല, ഒരു ഒരു പ്രശ്നമില്ല. പിന്നെ ആകെപ്പാടൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ആ ഷോക്ക് ട്രീറ്റ്മെന്റ് തന്നതിന്റെ തലയ്ക്ക് ഇടയ്ക്ക് ഒരു പെരുപ്പ് ഉണ്ടാകുന്നുണ്ട്, അല്ലാതെ വേറെ പ്രശ്നമില്ല എന്ന് പറയണം. ശാരി പറഞ്ഞു, ഇപ്പം നിങ്ങൾക്കല്ല പെരുപ്പ്, ഇപ്പൊ എന്റെ തലയ്ക്കാ പെരുപ്പെന്ന് പറയണം. നിനക്കിത് എന്താ ശാരി, നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുവാണ്. എന്താ പറ്റിയെന്നോ? ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഞാൻ എന്തേലും പറഞ്ഞു പോയിട്ടുണ്ടോ എന്റെ വായിന്നൊന്നും കേൾക്കല്ലെന്ന് പറയണം. രാഹുൽ ഇത് കേട്ടപ്പോ ദേഷ്യം വന്നു. രാഹുൽ, നീ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? പിന്നെ നിങ്ങളോട് ദേഷ്യപ്പെടാതെ ഞാൻ വിചാരിച്ചോണ്ടിരുന്നേ ഞാൻ വലിയ ഭാഗ്യവതിയാണ്, ലോകത്തെ കിട്ടാവുന്ന വെച്ച് ഏറ്റവും നല്ല ഭർത്താവിനെ എനിക്ക് കിട്ടിയെന്ന് ഓർത്താ ഞാനിരുന്നേ. പക്ഷെ അതൊക്കെ എന്റെ വെറും തെറ്റിദ്ധാരണകൾ മാത്രമാണെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പൊ എന്താ എനിക്ക് അങ്ങനെ തോന്നാനായിട്ട്? അങ്ങനെ തോന്നി നിങ്ങൾ തന്നെയാ കാരണം, നിങ്ങൾ ഒറ്റയെടുത്തും കാരണം. അതിന് കാരണം ഞാനായിരിക്കില്ല, നിന്റെ മരുമോൻ എന്ന് പറയുന്ന അവനുണ്ടല്ലോ, അവനും പിന്നെ അപ്പുറത്തെ കല്യാണി എന്ന് പറയുന്ന അവളും ആയിരിക്കുന്നതാണ്. കല്യാണിനെ കുറിച്ച് എന്ത് വെള്ളം പറഞ്ഞു, പക്ഷെ എന്റെ മരുമോനെ കുറിച്ച് ഒരൊന്നും പറയേക്കല്ലെന്ന് പറയണം. അയ്യോ, നിന്റെ മരുമോന്, അവനെ കുറിച്ചുള്ള ഗുണവധികാരം പറയാതിരുന്നാലും മതി എന്ന് പറയണം. അതെ, ഒരു കാര്യം പറഞ്ഞേക്കാം, എന്റെ മരുമോനെ കുറ്റപ്പെടുത്താൻ നിങ്ങൾക്ക് എന്താ യോഗ്യത ഇരിക്കുന്നത്? ശരിക്കും പറഞ്ഞ അവനുള്ളതുകൊണ്ട് മാത്രം ഇപ്പൊ ഞാനും എന്റെ മോളും ജീവിച്ചിരിക്കുന്നത്. അധികം വൈകാതെ കണ്ടോ, ഞാന് അവനും നമ്മുടെ മോളും കൂടെ നേരെ അമേരിക്കയ്ക്ക് പോകുന്നു പറയണം. പിന്നെ അമേരിക്കയ്ക്ക് പോയ തന്നെ, അമേരിക്ക എന്നൊക്കെ പറഞ്ഞ എന്താന്ന് പോലും അവൻ അറിയത്തില്ല. അവൻ കാണിച്ചു തരും അമേരിക്ക എങ്ങനെയെന്നറിയോ, വല്ല ഭൂപടത്തിലോ മറ്റോ കാണിച്ചു തരും. അത് കണ്ടോണ്ട് അമ്മയും മോളും കൂടി ഇവിടെ ഇരിക്കത്തോളെന്ന് പറയണം. നിങ്ങൾക്ക് അസൂയ, നിങ്ങളുടെ അസൂയ ഞാൻ മാറ്റി തരുന്നുണ്ട്, ഒരു ദിവസം എന്റെ കൈ കിട്ടും നിങ്ങളെ എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറിപ്പോണം. ഇവൾക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ശാരി മുറിയിലേക്ക് കയറി കഴിയുമ്പോൾ ഒരു കാര്യം തീരുമാനിച്ചു. പോകുന്ന സമയത്ത് ഇതങ്ങനെ വിട്ടിട്ട് കാര്യമില്ല, എത്രയും പെട്ടെന്ന് ഇതിന്റെ തീരുമാനമാക്കണം. കിരണും കല്യാണിയും ആ സേനും രൂപ എല്ലാരും കൂടെ ചേർന്നിട്ടാണ് ഈ പണി ഒപ്പിച്ച് ഇതുപോലെ ഒരു നാടകം കളിക്കുന്നുണ്ട് തന്റെ മോളെ അറിയിച്ചേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു പക്ഷേ അവൾ ഇതെങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പൊ നേരത്തെ തന്നെ അവളോട് പറയണം. അങ്ങനെ ഒരു ചിന്തയോട് ഇങ്ങ് ചെല്ലുവാണ്. ഈ സമയത്ത് ശാരി എന്ത് വേണം, ശാരിയല്ല സരിയു ഡ്രസ്സൊക്കെ മടക്കി വെച്ചോണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ മുറിയിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ഫോൺ വിളിച്ചു. നോക്കിയപ്പോ കിരണ വിളിക്കുന്നത്. കിരൺ വിളിച്ചു, എന്താ നിനക്ക് എന്താ വേണ്ട, നീ എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കണം. ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചാ. നിങ്ങളുടെ മോളുടെ അരിയത്തിലേക്ക് എത്തിയോ? ഇനി മോളോടും ഭർത്താവിനോടും ഒക്കെ സത്യം തുറന്നു പറഞ്ഞോ? നിങ്ങളുടെ മോളല്ല സരിയു എന്നുള്ള സത്യം പറഞ്ഞില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് പറയണം. ഇതൊക്കെ നീ എന്തിനാണ് ഇപ്പം പറയണേ? ഇത് പറയാണോ നീ വിളിച്ചതെന്ന് ചോദിക്കുകയാണ്. ഇല്ല, പറഞ്ഞില്ലെങ്കിൽ ഒരു കാര്യമുണ്ട്, അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നുള്ള കാര്യം. അടുത്ത ദിവസം ഇനി ഇപ്പം ഒരു വക്കീൽ നോട്ടീസ് അങ്ങ് അയക്കും. താരാന്റി വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തേലും കള്ളത്തരം പോയി അവളോട് പറഞ്ഞു പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കോടതിയായിരിക്കും ഇനിയിപ്പോ DNA ടെസ്റ്റ് നടത്താൻ ഉത്തരവിടുന്നത്. അങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മോളല്ല സരിയു എന്നുള്ള സത്യം എല്ലാവരും അറിയും, നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും അറിയാലോ. ഇനി ഞാൻ കൂടുതൽ പറയണമെന്ന് ചോദിക്കുകയാണ്. അതുകൊണ്ട് എന്ത് വേണം നിങ്ങൾക്ക് തീരുമാനിക്കാന്ന് പറയണം. ആകെപ്പാടെ പെട്ട അവസ്ഥയായിപ്പോയി ശാരിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ശാരി പെട്ടെന്ന് ഫോൺ വെച്ചിട്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുമ്പോൾ സരി വെച്ച്, എന്താ അമ്മേ, ആരാ വിളിച്ചേ? അമ്മയുടെ മുഖം എന്താ വല്ലായിരിക്കണമെന്ന് നിൽക്കും. അല്ല, അത് പിന്നെ മോളെ, ഞാനെന്ന് പറയുമ്പോഴത്തേനും പെട്ടെന്ന് ആ ഫോൺ അങ്ങോട്ട് പിടിച്ചു വാങ്ങണം. നോക്കിയുമ്പോൾ കിരണാണോ വിളിച്ചേ? അവൻ ഇതിന് അമ്മയുടെ ഫോണിലേക്ക് വിളിച്ചേന്ന് ചോദിക്കണം. അല്ല മോളെ, ഞാൻ സത്യം പറമ്മേ, അവൻ എന്തിനാ വിളിച്ചേ? അത് പിന്നെ രൂപയും ചന്ദ്രസേനും എല്ലാരും കൂടെ ഒരുമിച്ച കാര്യം. അപ്പൊ അതേക്കുറിച്ചൊക്കെ പറഞ്ഞ് അവൻ എന്നെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി വിളിച്ചെന്ന്. ഓഹോ, അപ്പൊ അവന്റെ ഭീഷണി തീർന്നിട്ടില്ലേ? അവനെ ഞാൻ കാണിച്ചു കൊടുക്കാം, ഞാൻ അവനെ ഒന്ന് കാണുന്നുണ്ടെന്ന് പറയാം. വേണ്ട മോളെ, ഇപ്പൊ അതിനൊന്നും നീ പോണ്ട. ഒന്നും അല്ലാതെ ഇരിക്കുന്ന സമയത്ത് പ്രഗ്നന്റ് ആയിട്ടിരിക്കുവല്ലേ, ഈ സമയത്ത് പോയി ഒരു വഴക്കും പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. എത്രയാന്ന് വെച്ചാൽ അമ്മയെ ഇങ്ങനെ സഹിച്ചിരിക്കുന്നേ? അമ്മയോട് ഞാനെന്റെ സത്യം കണ്ടുപിടിക്കാണ്ട് അമ്മ പിടിച്ചോന്ന് ചോദിക്കുകയാണ്. അല്ല മോളെ, സത്യം ഞാൻ കണ്ടുപിടിക്കാം, കുറച്ച് ദിവസം കഴിയട്ടെ. 2 ദിവസം കഴിയുമ്പോൾ ഞാൻ രൂപയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. പിന്നെ അവരുടെ എന്തെങ്കിലും കള്ളത്തരമാണെങ്കിൽ അത് മോളുടെ മുന്നിൽ കൊണ്ടുവന്ന് ഞാൻ കേൾപ്പിക്കും. അതുകൊണ്ട് മോള് ധൈര്യമായിട്ടിരിക്കുക. ഇപ്പൊ സമാധാനിക്കാൻ പറഞ്ഞിട്ട് ആകെപ്പാട് ടെൻഷനോട് കൂടിയിട്ട് അങ്ങോട്ട് ശാരി ഇറങ്ങി പോവാണ്. ശാരി മുറിയിലേക്ക് പോയിക്കുക. ഈ സമയത്ത് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ശാരിയുടെ മനസ്സിൽ. കിരൺ ഫോൺ വെച്ച് കഴിഞ്ഞിട്ട്
നേരെ കല്യാണിന്റെ അടുത്ത് പറഞ്ഞു, നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ. അവർ നമ്മളെക്കുറിച്ചുള്ള കുറ്റമൊക്കെ പറയാനായിട്ട് നേരെ സരുവിന്റെ മുന്നിലേക്ക് ചെന്നെന്ന് തോന്നി. ഒരു പക്ഷേങ്കിൽ നമ്മൾ കളിക്കുന്ന നാടകം എന്ന് പറയാൻ വേണ്ടിയിട്ട്. അല്ല കിരണേട്ടാ, ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒരു പക്ഷെ സരു ഈ കാര്യങ്ങളൊക്കെ അറിയുവോ? എനിക്ക് അറിയുമോന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഒരു കാരണവശാൽ അവർ ഇനി പറയാനിത് വഴിയില്ല. കാരണം അവർക്ക് മനസ്സിലായി താരാന്റിന്റെ മോളാന്ന് ഇനി എങ്ങാനും തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ കോടതി എങ്ങാനും ഇനിയിപ്പോൾ DNA ടെസ്റ്റ് നടത്താൻ ഉത്തരവിട്ടിട്ടുണ്ടെങ്കിൽ പണി പാടും. അതുകൊണ്ട് അവരൊരു കാരണവശാലും ഇത് പറയാൻ സാധ്യമില്ലെന്ന് പറയണം. പക്ഷെ അങ്ങനെ എത്ര നാൾ പറയാതിരിക്കും? സത്യങ്ങളൊക്കെ അവൾ അറിയണ്ടേന്ന് ചോദിക്കുകയാണ്. കല്യാണി, നീ പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യങ്ങളാ. അവൾ സത്യങ്ങൾ അറിയണം. പക്ഷെ അതിൻ്റെ അകത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സരിയ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് തകർന്നു പോകും. അവള് വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരു പക്ഷെ അവള് ചിലപ്പോൾ ആത്മഹത്യക്ക് ശ്രമിച്ചെന്ന് വരാം. അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിനു മുമ്പ് ഇതിന് കാരണക്കാരായ എല്ലാരെയും അവള് തീർക്കും. നമ്മളെ അവള് വെറുതെ വിടത്തില്ല. നമ്മളുടെ നാശമായിരിക്കും അവളുടെ ലക്ഷ്യം. അവളുടെ മാത്രമല്ല, അവളുടെ അച്ഛൻ എന്ന് പറയുന്ന രാഹുൽ ഉണ്ടല്ലോ, അയാളും വെറുതെ ഇരിക്കത്തില്ല. നമുക്ക് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണമുണ്ട്. അച്ഛനാണെങ്കിലും എന്തിനും ഏതിനും പോകാൻ നിൽക്കുന്നത്. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ലോ. ഒരു ജീവൻ നശിച്ചു പോയിട്ട് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മളെ ഇല്ലാതാക്കാനായിട്ട് എന്തെങ്കിലും തന്ത്രം ഒപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്താ പിന്നെ സംഭവിക്കുന്നു പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പം നമ്മൾ ഒന്നിനും മുതിരണ്ട. എന്താന്ന് വെച്ചാൽ അവരുടെ അമ്മ ശാരി ചെയ്യട്ടെ, നമുക്ക് പിന്നീട് തീരുമാനിക്കാന്ന് പറയാണ്. ഈ സമയം സമനില തെറ്റി പോലെ മുറിയിലിരിക്കുവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ശാരി ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന കല്യാണിയും കിരണും കൂടെ പോയി നിൽക്കുന്ന സമയത്ത് അങ്ങോട്ട് സരയു വരുന്നുണ്ട്. സരയു വന്നപ്പോൾ ചോദിച്ചു, എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. നിന്നെ കാണണം തോന്നി, നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് വിളിച്ചേ. നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നത്? എന്റെ അച്ഛനും അമ്മയും തമ്മിൽ നാടകം കളിക്കുമെന്നോ? അവര് തമ്മിൽ ഒന്നിച്ചില്ലെന്നല്ലേ വിചാരിച്ചോണ്ടിരിക്കുന്നത്? അല്ലടാ, ഞങ്ങൾക്കും മനസ്സിലായി, എനിക്കും എന്റെ അമ്മയ്ക്കും മനസ്സിലായി, നീയും നിന്റെ അച്ഛനും അമ്മയും എല്ലാരും ഒന്നിച്ചെന്ന്. അതുകൊണ്ട് തന്നെയാടാ എന്റെ അമ്മേനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അതൊക്കെ സത്യമാണെന്ന് അറിയിക്കാൻ വേണ്ടിട്ട്. നീയൊക്കെ പിന്നെ ഞങ്ങളെ കുറിച്ചൊക്കെ എന്താ വിചാരിച്ചോണ്ടിരുന്നത്? ഞങ്ങളെന്നും പൊട്ടനും പൊട്ടിയായിട്ടും മാറി നിൽക്കുമെന്നാണ് കരുതിയത്. അതൊക്കെ വെറും തെറ്റിദ്ധാരണ കിട്ടണേന്ന് പറയാണ്. എനിക്ക് എല്ലാ സത്യങ്ങളും മനസ്സിലായി, നിങ്ങളെല്ലാം ഒന്നിച്ചെന്ന് മനസ്സിലായി. കല്യാണി പറഞ്ഞ് മനസ്സിലായല്ലോ, അത് സത്യമാണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ നീ ഇനി ഒരു സത്യം കൂടെ അറിയണമെന്ന് പറയാ. അല്ല, എന്ത് കാര്യ? നിന്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു സ്ത്രീ വരാറില്ലേ, താര? ആ താരാന്റിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളേ. അല്ല, അവരെ കുറിച്ച് നിനക്ക് എന്താ പറയാനുള്ളേ? നീ ഇപ്പൊ കരുതിക്കൊണ്ടിരിക്കുന്നില്ലേ നിന്റെ അമ്മ ആരാന്നോർത്താ? ശാരിയാന്നോർത്തല്ലേ? പക്ഷെ അതല്ല സത്യം. നിന്റെ അമ്മ ആരാന്നറിയാവോ? അതാണ് താരാന്റി എന്ന് പറയാണ്. പെട്ടെന്ന് ഒരു നിമിഷം ഞെട്ടുണ്ട്. നീ എന്താടി പറഞ്ഞതെന്ന് ചോദിച്ചോണ്ട് ഇങ്ങനെ പോയി അങ്ങോട്ട് കോളറിന് അങ്ങോട്ട് പിടിക്കുവാണ് അവിടെ കല്യാണ. ഈ സമയത്ത് പെട്ടെന്ന് തന്നെ കല്യാണി പറഞ്ഞു, നീ എന്നോട് ദേഷ്യപ്പെട്ട് കാര്യമില്ല. ഈ ദേഷ്യം നീ നിന്റെ അച്ഛനും അമ്മയോടും പോയി തീർക്ക്. ഇനിയിപ്പോ എല്ലാരും വീട്ടിലെ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. അറിയാതെ ഉള്ള ഒരേ ഒരാൾ നീ മാത്രമാണ്. അതുകൊണ്ട് നീ എന്നോട് ദേഷ്യപ്പെട്ട് കാര്യമില്ലെന്ന് പറഞ്ഞു. കിരൺ പറഞ്ഞു, ശരിയാണ് കല്യാണി പറഞ്ഞ കാര്യങ്ങളൊക്കെ. ദേ, അനാവശ്യം പറയരുത്. ഞങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ട് എന്തും പറയാം, എന്ത് ചെയ്യാന്നായെന്ന് ചോദിക്കണം. ഇത് തകർക്കാൻ വേണ്ടി പറഞ്ഞല്ല സരു, ശരിക്കും ഉള്ള സംഭവമാണ്. നിന്റെ അമ്മയ്ക്ക് സത്യങ്ങളൊക്കെ അറിയാന്ന് പറയണം. ഞാൻ കാണിച്ചു തരാം. ഇതിന് ഞാൻ പ്രതികാരം വീട്ടും, ഉറപ്പായിട്ടും. ഞാൻ വെറുതെ വിടാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അല്ല, നിനക്ക് ഇത്ര വലിയ ആള് കളിച്ചല്ലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിനക്ക് വല്ല നിന്റെ സംശയം കാണുമായിരിക്കും നിന്റെ അമ്മയെന്ന് പറയുന്ന ആ സ്ത്രീ ദീപ ആണോന്ന്. പക്ഷെ എനിക്ക് എന്റെ അമ്മേനെ കുറിച്ച് ഒരു സംശയമില്ല. എന്റെ അമ്മയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശാരിയ, അല്ലാതെ വേറെ ആരുമല്ല എന്റെ അമ്മ. അതിന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. നിനക്കൊന്നും ഉറപ്പില്ലെങ്കിൽ എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് നിന്നെയൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് സരി അങ്ങോട്ട് കയറി പോവാണ്. പിന്നീട് കാണിക്കുന്ന നേരെ ശാരിയുടെ അടുത്തേക്ക് വരുവാണ്. അപ്പൊ ശാരി ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശാരിയുടെ അടുത്തേക്ക് വരുന്നേ. അപ്പൊ ശാരിയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു, അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ അമ്മയെന്ന് ചോദിക്കുക. എന്താ മോളെ, എന്താ നിനക്ക് അറിയണ്ടേ? അല്ല, ഇടയ്ക്ക് ഇവിടെ ഒരു താര എന്ന് പറഞ്ഞൊരു സ്ത്രീ വരാറുണ്ടല്ലോ, അവരുമായിട്ട് എനിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്താ മോളെ നീ അങ്ങനെയൊക്കെ പറയണേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. സത്യം പറഞ്ഞേ, ഞാൻ എന്നാ കിരണൻ കല്യാണിനെ കണ്ടു. അവര് കുറച്ച് കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു പറയണം. അയ്യോ മോളെ, നീ അതൊന്നും വിശ്വസിക്കില്ല കേട്ടോ. അതെല്ലാം ആ രൂപയുടെ ചന്ദ്രസേന്റെ കിരണ്ടൻ കല്യാണിന്റെ ഒക്കെ എന്താ അവർ നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ പറയുന്നത്. മോളൊന്നും വിശ്വസിക്കല്ലോ. ഓഹോ, അപ്പൊ അമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ അറിയാല്ലേന്ന് ചോദിക്കുകയാണ്. സത്യം പറഞ്ഞേ, ഞാൻ ആ താര എന്ന് പറയുന്ന ആ സ്ത്രീയുടെ മോളാണോ? ആ തരം താണ ആ സ്ത്രീയുടെ മോളാണെന്ന് ചോദിക്കുക. അല്ല മോളെ, അത് ഞാൻ പിന്നെ അമ്മ എന്നോട് സത്യം പറ, എന്നോട് മറച്ചു വെക്കണ്ടെന്ന് പറയണം. മോളെ, നീ ഇങ്ങനെയൊക്കെ പറയുന്ന, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നീ എന്റെ മോളല്ലാതാവോന്ന് ചോദിക്കുകയാണ്. ഒരു കാര്യം ചെയ്യാം, അമ്മയ്ക്ക് ഇനിയിപ്പോൾ പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേറെ ഇവിടെ കാര്യങ്ങളൊക്കെയാണോ, DNA ടെസ്റ്റ് ഒക്കെ ഉണ്ട്, ഞാൻ അത് പോയി നടത്തിക്കോളാം. ഉറപ്പായിട്ടും അവറ്റകളുടെ മുന്നിൽ പോയി നിന്നിട്ട് ഞാൻ പറയും എൻ്റെ അമ്മ ശാരിയാന്നുള്ള സത്യം വിളിച്ചു പറയും. പക്ഷെ അതിനു മുമ്പ് അമ്മയ്ക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സത്യം അറിയാമെങ്കിൽ അമ്മ എന്നോട് തുറന്നു പറ. ഞാൻ പോയി നാണം കിടന്നേക്കാൾ നല്ലതല്ലേന്ന് ചോദിക്കണം. അല്ല, അതുപോലെ ഞാനെന്ന് പറഞ്ഞോട്ട് സരുവിന്റെ മുന്നിൽ ശാരി ഇങ്ങനെ കൈ കൂപ്പുകയാണ്. പെട്ടെന്ന് സരുവിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി.
സരയെ പോയിട്ട് ആ തല അങ്ങോട്ട് ഇടിപ്പിക്കുവാണ് ആ ഭിത്തിയിലേക്ക് കൊണ്ടുപോയിട്ട്. പെട്ടെന്ന് ശാരി വന്നിട്ട് പിടിച്ച് എന്താ മോളെ ഇതെന്ന് ചോദിച്ചോണ്ട് എന്നെ പിടിക്കരുതെന്ന് പറഞ്ഞിട്ട് തള്ളി മാറ്റി വിടുവാണ്. മോളെ ഇങ്ങനെ ചെയ്യില്ലെന്ന് പറഞ്ഞുകൊണ്ട് ശാരി കിടന്ന് അലറി നിലവിളിക്കുകയാണ്. പെട്ടെന്ന് അങ്ങോട്ട് കണ്ണു തുറന്ന് ഞെട്ടി അങ്ങോട്ട് ഇരുന്ന് ദിവാസ്വപ്നം കണ്ടുകൊണ്ടിരുന്നായിരുന്നു. എന്താ സംഭവിക്കാൻ പോകുന്നേ, തന്റെ മോൾ ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെ എന്താ സംഭവിക്കാൻ പോകുന്നേന്നുള്ള ആ ഒരു സ്വപ്നം കണ്ടതായിരുന്നു സരീനെ കുറിച്ച് ശാരി ഇരുന്നിട്ട്. പിന്നീട് ശാരി രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഇറങ്ങി ചെല്ലുമ്പോഴത്തേനും രാഹുൽ അവിടെ ഇരിക്കുന്നുണ്ട്. രാഹുലിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശാരി വീണ്ടും തുറച്ചു നോക്കുവാണ്. നിനക്ക് എന്താ ശാരി ഇത്, നീ എപ്പോ കണ്ണു നോക്കിയാലും എന്നെ എങ്ങനെ തുറച്ചു നോക്കുന്നതാണോ? എനിക്കൊരു കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞു. അല്ല നീ എങ്ങോട്ടാ ഈ ഒരുങ്ങി കെട്ടി പോണേ? ഞാൻ എനിക്ക് ഇഷ്ടമുള്ളിടത്തോടെ പോലും. അതൊക്കെ നിങ്ങളോട് പറയേണ്ട ആവശ്യമുണ്ടോ? അല്ല നീ എന്തിനാ കഴിഞ്ഞ ദിവസം ആ രൂപയുടെ അടുത്ത് പോയിന്നെ? അതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അതൊക്കെ എന്റെ ഇഷ്ടം, ഞാൻ പോയി നിൽക്കും. അല്ല ഇപ്പൊ നീ രൂപയുടെ അടുത്തേക്കാണോ പോകുന്നത്? അത് നിങ്ങളോട് പറയുന്നത് എന്തിനാ? നിങ്ങൾ എന്റെ ജീവിതത്തിലേക്ക് വന്നു തുടങ്ങിയത് എന്റെ കഷ്ടകാലം. പക്ഷെ അങ്ങനെയൊന്നും അല്ല നീ മുമ്പ് പറഞ്ഞോണ്ടിരുന്നേ. വലിയ ഭാഗ്യമാണെന്നാണല്ലോ പറഞ്ഞോണ്ടിരുന്നേ. അതൊക്കെ പണ്ട്. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. നിങ്ങളെപ്പോലൊരു ഭർത്താവുള്ള എന്റെ ഭാഗ്യക്കേട്. അന്നൊരു കാര്യം ചെയ്തേക്കാം, നിനക്ക് എന്നെ വേണ്ടെങ്കിൽ നമുക്ക് ഡിവോഴ്സ് നടത്തിയേക്കാന്ന് പറയണ. ആയിക്കോട്ടെ, ഡിവോഴ്സ് നടത്തിയേക്കാം. എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇനി ഡിവോഴ്സ് നടത്തിയിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല. ഞാൻ എന്റെ മോന്റെ കൂടെ ഞാൻ അമേരിക്കയ്ക്ക് അങ്ങോട്ട് പോകും. പിന്നെ അവിടെയാണെങ്കിൽ പിന്നെ ഡിവോഴ്സ് നടത്തുന്ന അതും തമ്മി യാതൊരു ബന്ധമല്ല. അറിയാലോ, നിങ്ങൾ ഇവിടെ ഞാൻ അവിടെ. ഡിവോഴ്സ് നടത്തിയ പോലെ തന്നെയാ എന്ന് പറയണം. പോവും. നീ നല്ല പോക്ക് പോയതോ. നിന്റെ മരുമോനെ കുറിച്ച് നിനക്ക് ശരിക്കും അറിയത്തില്ലാഞ്ഞിട്ടാ. ചിലപ്പോ പോകും അവന് ഒരു പക്ഷേ ഇട്ടിട്ടൊരു പോക്കം കൂടെ പോകും. പിന്നെ ഈ വീട്ടിലേക്ക് പോലും തിരിഞ്ഞു പോലും നോക്കില്ല എന്ന് പറയണേ. അത് നിങ്ങളുടെ സ്വഭാവം എന്ന് പറയണേ. എന്റെ മരുമോൻ അങ്ങനെയൊന്നുമല്ല. ഞാനൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു പോവാ. ഇനി പോയിട്ട് വരുമ്പോ എന്താ സംഭവിക്കാന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ശാരി അങ്ങോട്ട് പോകുമ്പോ ഇങ്ങനെ അന്തം വിട്ട് രാഹുൽ നിൽക്കുവാണ്. ഇവൾക്ക് എന്ത് പറ്റിയെന്ന് ഓർത്ത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.